ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. കുറെ പേരുടെ കമന്റ് പ്രമാണിച്ച് ഇന്ന് നമ്മൾ ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എപ്പോഴാണ് നിങ്ങൾ ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ടത്, ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് എലിജിബിലിറ്റി ഉള്ളത്, അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ മനസ്സിലാക്കിയതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. നമ്മൾ ഇന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ LBSന്റെ BSc നഴ്സിംഗിന്റെ അലോട്ട്മെന്റും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ BSc നഴ്സിംഗിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഗവൺമെന്റ് ആൻഡ് സെൽഫ് ഫിനാൻസിങ് കോളേജസിലേക്ക് LBS വഴി മെറിറ്റിൽ സീറ്റ് കിട്ടിയ കുട്ടികൾക്ക് മാത്രമാണ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ SC ST OEC OBC ജനറൽ OBC എന്നീ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ മെറിറ്റ് സീറ്റിൽ ആണ് അഡ്മിഷൻ കിട്ടിയത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പറ്റും. അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് PNC MAC AMC FHCK എന്നുള്ള രീതിയിലുള്ള പ്രൈവറ്റ് അഡ്മിഷൻസും അതുപോലെ തന്നെ നിങ്ങൾ ഡയറക്റ്റ് മാനേജ്മെന്റിൽ അഡ്മിഷൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. LBS വഴി നിങ്ങൾക്ക് ഗവൺമെന്റ് ആൻഡ് സെൽഫ് ഫിനാൻസിങ്ങിന് മെറിറ്റ് വഴി കിട്ടിയ കുട്ടികൾക്ക് മാത്രമേ ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ. നെക്സ്റ്റ് SC ST OEC കുട്ടികൾക്കാണ് എന്നുണ്ടെങ്കിൽ വരുമാന പരിധിയില്ല. OBC H ആനുവൽ ഇൻകം 6 ലക്ഷത്തിന് താഴെയുള്ള കുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ജനറൽ OBC ആയിട്ടുള്ള കുട്ടികൾക്ക് 1 ലക്ഷത്തിന് താഴെയാണ് ഇൻകം എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇതിനു വേണ്ടിയിട്ട് കാസ്റ്റ്, നിങ്ങൾ എടുത്ത കോഴ്സ്, പിന്നെ നിങ്ങളുടെ വീടുമായിട്ടുള്ള നിങ്ങളുടെ കോളേജിന്റെ ഡിസ്റ്റൻസും കാര്യങ്ങളും ഒക്കെ നോക്കിയതിന് ശേഷമാണ് റേറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അതായത് നിങ്ങൾക്ക് എത്രത്തോളം സ്കോളർഷിപ്പ് കിട്ടണം എന്നുള്ളതൊക്കെ വരുന്നത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. SC ST OEC ഈ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന് ഇ ഗ്രാൻഡ്സ് വഴി ട്യൂഷൻ ഫീയും സ്പെഷ്യൽ ഫീയും ഹോസ്റ്റൽ ഫീയും മെസ് ഫീ അങ്ങനെയുള്ള എല്ലാ ഫീയും ഇതുവഴി തന്നെ കിട്ടുന്നതായിരിക്കും. എന്നാൽ OBC ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിനാണ് എന്നുണ്ടെങ്കിൽ ട്യൂഷൻ ഫീയും സ്പെഷ്യൽ ഫീയും എക്സാം ഫീയും മാത്രമായിരിക്കും. ഹോസ്റ്റൽ ഫീയും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി കുറെ കുട്ടികൾ ചോദിച്ചതാണ് എപ്പോഴാണ് ഈ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും അലോട്ട്മെന്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ എടുത്തതിന് ശേഷമാണ് നിങ്ങൾ ഇതിനു വേണ്ടി അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴി ആണ്. അതുപോലെ അക്ഷയയിൽ പോയി വേണം നിങ്ങൾ അപേക്ഷിക്കാനായിട്ട്. ഇനിയിപ്പോൾ ഫസ്റ്റ് ഇയറിൽ അപേക്ഷിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് സെക്കൻഡ് ഇയറിൽ അപേക്ഷിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ മാക്സിമം ഫസ്റ്റ് ഇയറിൽ തന്നെ അപേക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഈ സ്കോളർഷിപ്പ് ഒക്കെ ഒന്ന് റെഡി ആയിട്ട് വരാൻ ഒരു കാലതാമസം എടുക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ അത് ഓരോ വർഷവും പുതുക്കേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും കോളേജിൽ നിന്നുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾക്ക് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ വേണ്ടി വേണ്ടത് എന്നുള്ളത് നോക്കാം. നിങ്ങളുടെ ഫോട്ടോ വേണം, ആധാർ കാർഡ് വേണം, SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, അലോട്ട്മെന്റ് മെമ്മോ, ഇൻകം സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ബാങ്ക് ഡീറ്റെയിൽസ് ഇതൊക്കെ വേണ്ടതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാകണം ആധാർ കാർഡ്. അതുപോലെ തന്നെ ഇതെല്ലാം കൊടുത്ത് നിങ്ങൾ ഓൺലൈനായിട്ട് അക്ഷയ വഴി അപേക്ഷിച്ചതിന് ശേഷം നിങ്ങൾ ഇതിന്റെ എല്ലാം പ്രിന്റ് ഔട്ടുകൾ നിങ്ങൾ ഒറിജിനൽ ഡോക്യുമെന്റ്സ് വെച്ചിട്ട് വേണം അപേക്ഷിക്കാനായിട്ട്. അതിനുശേഷം ഇതിന്റെ എല്ലാം പ്രിന്റ് ഔട്ടും കോപ്പിയും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കോളേജിലേക്ക് കൊടുക്കണം. ബാക്കി കോളേജുമായിട്ടാണ് പ്രൊസീജിയേഴ്സ് വരുന്നത്. അത് കഴിഞ്ഞ് സ്കോളർഷിപ്പ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ആയതിനു ശേഷം ബാക്കി കാര്യങ്ങളെല്ലാം കോളേജാണ് നോക്കുന്നത്. അതായത് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും ഒന്നും നിങ്ങൾ പുതുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ബാക്കി എല്ലാ പ്രൊസീജിയേഴ്സും കോളേജ് വഴിയാണ് നടക്കുന്നത്. ഒരുപാട് കുട്ടികൾ ചോദിച്ചതാണ് PNC MACലും AMCS FNCKയിലൊക്കെ സ്കോളർഷിപ്പ് ഉണ്ടോ എന്നുള്ളത്. അവിടെയൊന്നും നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഇല്ല. LBS വഴി സെൽഫ് ഫിനാൻസിങ് ആൻഡ് ഗവൺമെന്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾക്ക് മാത്രമേ ഈ സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. മാനേജ്മെന്റിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല.
അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കോഷൻ ഡിപ്പോസിറ്റ് 10,000 റുപ്പീസ് ഒക്കെ നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് എല്ലാം ക്ലോസ് ആയതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിനു മുന്നേ നിങ്ങൾ ഫീ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഫീയും കാര്യങ്ങളൊക്കെ സ്കോളർഷിപ്പ് വന്നിട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. അതിനു മുന്നേ തന്നെ നിങ്ങൾ ഫീ അടയ്ക്കേണ്ടതായിട്ട് വരും. അതിനുശേഷം സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ആയി റെഡി ആയതിനു ശേഷം നിങ്ങൾക്ക് കോളേജിൽ നിന്നും നിങ്ങൾ ഓൾറെഡി അടച്ച ഫീസ് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ അഡ്മിഷനും സ്റ്റാർട്ടായി നിങ്ങളുടെ ക്ലാസ് ഒക്കെ തുടങ്ങിയതിന് ശേഷം മാത്രമേ ഈ സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുപോലെ എല്ലാ ഡോക്യുമെന്റ്സിന്റെയും ഒറിജിനൽ ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. അതുപോലെ നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ വാലിഡിറ്റി ഉള്ളതാണോ എന്നതൊക്കെ ചെക്ക് ചെയ്യണം. ഇപ്പോൾ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്കോളർഷിപ്പ് അക്സെപ്റ്റ് ആവണം എന്നില്ല. കാരണം റിജക്റ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങളുടെ ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ അനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. അതുപോലെ അഡ്മിഷൻ കയറിയതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു വർഷം തന്നെ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. കോളേജിൽ നിന്നും നിങ്ങൾ ഏത് ജോയിൻ ചെയ്യുന്ന കോളേജിൽ നിന്നും അവർ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പും കാര്യങ്ങളും തരുന്നതായിരിക്കും. നിങ്ങൾക്ക് മാനേജ്മെന്റുമായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നതുമായിരിക്കും. അതുപോലെ കുറെ കുട്ടികൾ ചോദിക്കുന്നതാണ് പാരാമെഡിക്കലിന്റെ ഒക്കെ അഡ്മിഷൻ സ്റ്റാർട്ടായോ എന്നുള്ളത്. നമുക്ക് പാരാമെഡിക്കലിന്റെ ഒരു അപ്ഡേഷൻസും വന്നിട്ടില്ല. നമ്മൾ ഓൾറെഡി വീഡിയോസിൽ ഇത് പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ കമന്റ് സെക്ഷനിൽ കൂടുതലും വരുന്ന കമന്റ്സ് എന്ന് പറയുന്നത് ഈ പാരാമെഡിക്കലിന്റെ കാര്യമാണ്. കഴിഞ്ഞ വർഷം BSc നഴ്സിംഗും പാരാമെഡിക്കലും ഒരുമിച്ചായിരുന്നു അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ സെപ്പറേറ്റ് ആണ്. സെപ്പറേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് LBS വഴി അല്ല എന്നതല്ല, LBS വഴി തന്നെയാണ്. പക്ഷെ രണ്ട് രീതിയിലാണ്, സെപ്പറേറ്റ് ആയിട്ടാണ് അലോട്ട്മെന്റ് നടത്തുന്നത് എന്നതാണ് ഉദ്ദേശിച്ചത്. പല കുട്ടികൾക്കും അത് മനസ്സിലാവാത്തത് കാരണം കമന്റ് സെക്ഷനിൽ വന്ന് ചോദിച്ചത് കൊണ്ടാണ് ഈ കാര്യം കൂടെ വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കമന്റ്സോ കാര്യങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. നമുക്ക് റിപ്ലൈ തരുന്നതിൽ ഒരു പരിധിയുണ്ട്. എന്നാൽ കൂടിയും ഞാൻ ഒരുപാട് കമന്റ്സ് വരുന്നതനുസരിച്ച് അത് ബേസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ LBSന്റെ ഇതുപോലെയുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി മനസ്സിലായി എന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ യൂട്യൂബിൽ പുതിയൊരു ഓപ്ഷനാണ് ഹൈപ്പ് എന്ന് പറയുന്നത്. ഹൈപ്പ് ഓപ്ഷനും കൂടി കൊടുക്കുക. ഈ ഇൻഫർമേഷൻസ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അതുപോലെ എന്തെങ്കിലും കാര്യത്തിനെ പറ്റിയിട്ട് വീഡിയോ ആയിട്ട് എടുത്തു തരണം എന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ധൈര്യമായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, ആർക്കൊക്കെ അപേക്ഷിക്കാം, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞ് വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ, താങ്ക് യു.